മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അപേക്ഷ നൽകും മുൻപ് വെള്ളം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മറ്റ് കമ്പനികൾ ഒന്നും അറിയാതെ ഒയാസിസ് കമ്പനി മാത്രം എങ്ങനെ സർക്കാരുമായി ചർച്ച നടത്തിയെന്നും വി ഡി സതീശൻ ചോദിച്ചു. മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള GST നഷ്ടം ഉണ്ടാവുമെന്നാണ്. ഇപ്പൊ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് GST ഇല്ല. എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിനാണ് GST ഉള്ളത്. അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിന് പുറത്തു നിന്ന് വരുന്നത്. അതിന് തന്നെ സർ IGST കിട്ടും. കാരണം അവിടെ നിന്ന് വാങ്ങിക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ IGST കിട്ടുന്നതാണ്. 1 രൂപ പോലും ടാക്സ് ഇനത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമില്ല. സർ, എന്റെ ചോദ്യം, ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ IOCയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ്. സാർ, ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ എലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് IOCയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്.